ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്ത് യുവജന കേന്ദ്രീകൃതമായ 62,000 കോടിയിലധികം രൂപയുടെ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഡൽഹിയിൽ തുടക്കം കുറിക്കും. അതിവേഗത്തിൽ കൃത്യതയോടെ ലക്ഷ്യം കൈവരിച്ച പോരാട്ടമായി ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിക്കപ്പെടുമെന്ന് വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പാകിസ്ഥാനാണ് മറുപടി പറയേണ്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന മാതൃക സൃഷ്ടിക്കാനാണ് കേരളം ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. തിരുവനന്തപുരത്തു നിന്നും പത്മനാഭപുരത്തേക്കുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്ക ഘോഷയാത്ര നാളെ. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് യുവജന കേന്ദ്രീകൃതമായ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഡൽഹിയിൽ തുടക്കം കുറിക്കും. 62,000 കോടിയിലധികം രൂപയുടെ സംരംഭങ്ങൾക്കാണ് നാളെ തുടക്കമാകുന്നത്. രാജ്യത്തെ 1000 ഗവൺമെന്റ് ITIകളുടെ നവീകരണത്തിനായി PM സേതുവിന് നാളെ പ്രധാനമന്ത്രി തുടക്കമിടും. ബീഹാറിൽ സ്കിൽ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം 4 സർവകലാശാലകളിൽ പുതിയ അക്കാദമിക് ഗവേഷണ കേന്ദ്രങ്ങൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നവോദയ വിദ്യാലയങ്ങളിലും ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും സ്ഥാപിച്ചിട്ടുള്ള 1200 വൊക്കേഷണൽ സ്കിൽ ലാബുകളും ശ്രീ മോദി വിദ്യാർത്ഥികൾക്കായി സമർപ്പിക്കും. സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഖാദിക്ക് അതിൽ സുപ്രധാന സംഭാവന ഉണ്ടായിരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹരിയാനയിലെ റോഹ്തക്കിൽ ഖാദി കാരിഗർ മഹോത്സവത്തിൽ കരകൌശല വിദഗ്ധരുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഖാദി ഗ്രാമ വ്യവസായങ്ങൾ ലക്ഷക്കണക്കിന് നെയ്ത്തുകാർക്ക് ശക്തമായ വേദിയായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗത്തിൽ കൃത്യതയോടെ ലക്ഷ്യം കൈവരിച്ച ഒരു പോരാട്ടമായി ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിക്കപ്പെടുമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. 93ാമത് വ്യോമസേനാ ദിന വാർഷികാഘോഷത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസൂത്രണ ഘട്ടം മുതൽ തന്നെ 3 സേനാ വിഭാഗങ്ങളും ഏകോപിച്ച് പ്രവർത്തിച്ചുവെന്നും മാറുന്ന യുദ്ധമുഖത്തിനനുസരിച്ച് രാജ്യത്തെ സേനകൾ സദാ തയ്യാറാണെന്നും AP സിംഗ് വ്യക്തമാക്കി. ये चैलेंजेस तो चलते रहेंगे क्योंकि अपनी तरफ से अपनी प्रिपरेशन वो कर रहे हैं, हमें अपनी करनी है. सो जिस तरह उनकी तरफ से प्रिपरेशन है, हमारी तरफ से भी वो प्रिपरेशन ऑन है. एवरी न्यू डे हम अपना कुछ ना कुछ नया बना रहे हैं उस एरिया में, फॉरवर्ड एरियाज में. एंड इवन चैलेंजेस ऑफ द टेरेन रीजन, इट्स अ कंटिन्यूअस प्रोसेस विच इज ऑन. ഈ മാസം 8-ന് ഹിൻഡൻ സ്റ്റേഷനിൽ നടക്കുന്ന വ്യോമസേനാ ദിനാചരണത്തിൽ സംയുക്ത സേനാ മേധാവിമാർ പങ്കെടുക്കും. രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി 24,000 കോടി രൂപയിൽ നിന്ന് 2029 ആകുമ്പോഴേക്കും 50,000 കോടി രൂപയിലെത്തുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ ജിറ്റോ കണക്ട് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ലോകത്തിന്റെ ഫാക്ടറിയായി മാറുന്ന ദിവസം വിദൂരമല്ലെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ പരിപാടി പ്രതിരോധ സംവിധാനങ്ങളിൽ തദ്ദേശീയ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് സാധ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക് മാലിന്യ പുനരുപയോഗ ദൌത്യത്തിന് രാജ്യത്ത് തുടക്കമായി. സ്പെഷ്യൽ ക്യാമ്പയിൻ 5.0 പ്രകാരം നടക്കുന്ന പ്രചാരണത്തിന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് തുടക്കം കുറിച്ചത്. കാലഹരണപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും പുനരുപയോഗിക്കുന്നതിനുമാണ് ഈ മാസം 31 വരെ നീളുന്ന വേസ്റ്റ് ശേഖരണ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ക്വാലാലംപൂരിൽ നടക്കുന്ന ലോക സാമൂഹിക സുരക്ഷാ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് അന്താരാഷ്ട്ര സാമൂഹിക സുരക്ഷാ അസോസിയേഷൻ പ്രസിഡന്റുമായും മലേഷ്യ, ഉഗാണ്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷിത തൊഴിൽ, സാമൂഹിക സംരക്ഷണ സഹകരണം എന്നിവ ചർച്ചയായി. സാമൂഹിക സംരക്ഷണത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾക്ക് ISSA പ്രസിഡന്റ് അഭിനന്ദനം അറിയിച്ചു. ഇന്ത്യയുടെ വൈദഗ്ധ്യ തൊഴിൽ ശക്തിയിലൂടെ മലേഷ്യയുടെ തൊഴിൽ വിപണിയെ പിന്തുണയ്ക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത മലേഷ്യൻ മാനവ വിഭവശേഷി മന്ത്രി സ്റ്റീഫൻ സിം ചി കിയോങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ മാണ്ഡവ്യ വ്യക്തമാക്കി. മലേഷ്യയിലെ ഇന്ത്യൻ തൊഴിലാളി സമൂഹവുമായും അദ്ദേഹം സംവദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്ന നിരീക്ഷകർ പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ച് വോട്ടർമാരുടെ സൌകര്യാർത്ഥം കമ്മീഷൻ സ്വീകരിച്ച നടപടികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്ക് നിർദ്ദേശം നൽകി. ന്യൂഡൽഹിയിൽ നടന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ജനാധിപത്യത്തിന്റെ ദീപസ്തംഭങ്ങളാണെന്ന് ശ്രീ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പ് നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും കർശനവും നിഷ്പക്ഷവുമായി പാലിക്കണമെന്നും അദ്ദേഹം കേന്ദ്ര നിരീക്ഷകരോട് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർക്ക് വളരെയധികം പ്രയോജനം ചെയ്തു വരികയാണ്. ചെറുകാറുകൾക്കുള്ള നികുതി 18 മുതൽ 28% വരെ കുറച്ചത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണ്. ഇടത്തരം കുടുംബക്കാർക്ക് സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്ന നടപടി ചെറുകാറുകളുടെ വിൽപ്പനയ്ക്ക് ഊർജ്ജം പകരുന്നു. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പാകിസ്ഥാനാണ് മറുപടി പറയേണ്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളും മേഖലയിലെ പ്രതിഷേധങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. We believe that it is a natural consequence of Pakistan's oppressive approach and systemic plundering of resources from these territories, which remain under its forcible and illegal occupation. Pakistan must be held accountable for its horrific human rights violations. ഇന്ത്യ ഉൾപ്പെടെയുള്ള ബാഹ്യ സ്വാധീനങ്ങളാണ് സമീപകാല അശാന്തിക്ക് കാരണമായതെന്ന ബംഗ്ലാദേശ് ആഭ്യന്തര ഉപദേഷ്ടാവിന്റെ അവകാശവാദങ്ങൾ ശ്രീ ജയ്സ്വാൾ നിഷേധിച്ചു. സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമഗ്രമായ വികസന മാതൃകകൾ സൃഷ്ടിക്കാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ നവകേരള നിർമ്മിതി ലക്ഷ്യമിടുന്ന വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം രൂപീകൃതമായതിന്റെ 75ാം വാർഷികമായ 2031 കൈവരിക്കേണ്ട വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനാണ് വിഷൻ 2031 ലക്ഷ്യമിടുന്നത്. നവരാത്രി വിഗ്രഹങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള മടക്ക ഘോഷയാത്ര നാളെ രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സരസ്വതി ദേവിയും ആര്യശാല ദേവി ക്ഷേത്രത്തിൽ നിന്ന് കുമാരസ്വാമിയും ചെന്തിട്ട ക്ഷേത്രത്തിൽ നിന്ന് 300 നങ്കയും എഴുന്നള്ളി കിള്ളിപ്പാലത്ത് സംഗമിക്കും. കിള്ളിപ്പാലത്ത് കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും. തുടർന്ന് 3 വിഗ്രഹങ്ങളും പത്മനാഭപുരത്തെയും ശുചീന്ദ്രത്തെയും മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങും. മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ TJS ജോർജ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ബംഗളൂരുവിലെ മണിപ്പാൽ ആശുപത്രിയിൽ ഇന്ന് വൈകിട്ടോടെയായിരുന്നു അന്ത്യം. 2011 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. എഴുത്തുകാരൻ, കോളമിസ്റ്റ്, ജീവചരിത്രകാരൻ എന്ന നിലയിൽ സുപ്രധാനമായ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓണാട്ടുകരയ്ക്ക് പ്രധാനമായ 28ാം ഓണാഘോഷ ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ഓച്ചിറയിൽ പ്രസിദ്ധമായ കാളകെട്ടുത്സവം നടക്കുന്നു. ചെറുതും വലുതുമായ കെട്ടുകാളുകളെ വൈകിട്ട് പരബ്രഹ്മ സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കും. 52 കരകളിലെ വിവിധ കാളമൂടുകളിൽ കാളകെട്ട് സമിതികളുടെ സാന്നിധ്യത്തിൽ കെട്ടിയുണ്ടാക്കിയ 200-ലധികം കാളരൂപങ്ങളാണ് പടനിലത്തെത്തുന്നത്. 24 വനിതാ കാളകെട്ട് സമിതികളും ഇത്തവണ കാളരൂപങ്ങൾ എഴുന്നള്ളിക്കുന്നുണ്ട്. കാളകെട്ട് ഉത്സവത്തോടനുബന്ധിച്ച് ദേശീയപാത 66-ൽ കരുനാഗപ്പള്ളി മുതൽ കായംകുളം വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഹമ്മദാബാദിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. 2ാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 448 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയ്ക്കായി KL രാഹുലും ധ്രുവ് ജുറേലും രവീന്ദ്ര ജഡേജയും സെഞ്ചുറി നേടി. നിലവിൽ ഇന്ത്യയ്ക്ക് 286 റൺസിന്റെ ലീഡാണുള്ളത്. ആദ്യ ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് 162 റൺസിന് പുറത്തായിരുന്നു. നോർവേയിൽ നടന്ന ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 48 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മീരാബായി ചാനു വെള്ളി മെഡൽ നേടി. മത്സരത്തിൽ ആകെ 199 കിലോഗ്രാം ഉയർത്തിയാണ് ചാനു മെഡൽ നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് യുവജന കേന്ദ്രീകൃതമായ 62,000 കോടിയിലധികം രൂപയുടെ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഡൽഹിയിൽ തുടക്കം കുറിക്കും. അതിവേഗത്തിൽ കൃത്യതയോടെ ലക്ഷ്യം കൈവരിച്ച പോരാട്ടമായി ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിക്കപ്പെടുമെന്ന് വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പാകിസ്ഥാനാണ് മറുപടി പറയേണ്ടതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന മാതൃക സൃഷ്ടിക്കാനാണ് കേരളം ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. തിരുവനന്തപുരത്ത് നിന്നും പത്മനാഭപുരത്തേക്കുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്ക ഘോഷയാത്ര നാളെ. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ ശക്തമായ നിലയിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.